ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നിവിടെ എന്താണ് മെഷ് വൈഫൈ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെഷ് വൈഫൈ എന്ന്. മെഷ് വൈഫൈ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരും അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് കോൺഫിഗറേഷൻ ചെയ്യണം എന്നൊക്കെ അറിയാത്ത സാധാരണക്കാരായ കസ്റ്റമേഴ്സ് ആയാലും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരായാലും അവർക്കുള്ളതാണ് ഈ വീഡിയോ. സോ നമുക്ക് എന്താണ് മെഷ് വൈഫൈ എന്ന് നോക്കാം. അതായത് മെഷ് വൈഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ ഒരു റൗട്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മോഡം ഉണ്ടാവും. അപ്പോൾ ആ മോഡത്തിൽ നിന്ന് നമുക്ക് ആ ഒരു വൈഫൈ റേഞ്ച് കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തോട്ട് വൈഫൈ റേഞ്ച് കിട്ടാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു വൈഫൈ എക്സ്റ്റൻഡേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈഫൈ എക്സ്റ്റൻഡർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ എക്സ്റ്റൻഡർ ആകാം, റൂട്ടർ ആകാം, വൈഫൈക്ക് വേണ്ടി വയർലെസ് ആവാം, വയേർഡ് ആവാം, ഇതിനൊക്കെ നമുക്ക് ആ ഒരു എക്സ്റ്റൻഡർ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ മെയിൻ മോഡത്തിൽ നിന്നും നമ്മൾ ഈ വൈഫൈ റേഞ്ച് കിട്ടാത്ത സ്ഥലത്തേക്ക്, നമ്മുടെ കിട്ടാത്ത റൂമുകളിലേക്ക് അല്ലെങ്കിൽ കിട്ടാത്ത വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പോർഷനിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വച്ചേക്കുന്ന റൗട്ടറിൻ്റെ അല്ലെങ്കിൽ എക്സ്റ്റൻഡറിൻ്റെ വൈഫൈയിലോട്ട് കണക്റ്റ് ആകുകയും നമുക്കതിന് ആ ഒരു വൈഫൈ കവറേജ് സാധ്യമാകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നോർമൽ എക്സ്റ്റൻഡേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റൻഡേഴ്സ് വരുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെപ്പറേറ്റ് പേരും സെപ്പറേറ്റ് പാസ്വേഡും ആയിരിക്കും ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡറിനുള്ളത്. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ മോഡത്തിൽ നിന്ന് നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ, ആ ഒരു കവറേജ് ഇല്ലാത്ത ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്താണോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു പുതിയ ആ എക്സ്റ്റൻഡറിലോട്ട് അല്ലെങ്കിൽ ആ വൈഫൈ റിപ്പീറ്ററിലോട്ട് കണക്റ്റ് ആകും. അപ്പോൾ ഈ കണക്റ്റ് ആകാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കാറുണ്ട്. അതായത് ആ സ്വിച്ചിങ് ചിലപ്പോൾ ഓട്ടോ സ്വിച്ചിങ് ഇത് ടൈം എടുക്കാറുണ്ട്, ചിലപ്പോൾ നമുക്കത് മാനുവലി സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു വിഷയം. അതുപോലെ തന്നെ നമുക്കതിന് സെപ്പറേറ്റ് പേരും സെപ്പറേറ്റ് പാസ്വേഡും ആയിരിക്കും. ഇപ്പോൾ ഒരേ പേരും ഒരേ പാസ്വേഡ് ഇട്ടാൽ പോലും അങ്ങനെ ഒരു കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകാറുണ്ട്. ആ ഒരു സ്വിച്ചിങ് ഒരു ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. ഒന്നിൽ നിന്നും മറ്റതിലേക്ക് ആ സ്വിച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പോംവഴിയായിട്ടാണ് ഈ ഒരു മെഷ് സിസ്റ്റം വരുന്നത്. നോർമലി ഇതിപ്പോൾ ഒരു 2 പാക്കിൻ്റെ ഒരു മെഷാണ്. ഇതാണ് ഒരു മെഷ് എന്ന് പറയുന്നത്. മെഷ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഒന്നാണ് മെഷ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള 2 പാക്ക് 3 പാക്ക് അല്ലെങ്കിൽ നമുക്ക് എത്ര പാക്കുകൾ വേണോ അത്ര ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു TP ലിങ്കിൻ്റെ ഡെക്കോ സീരീസിൽ വരുന്ന M4 എന്ന് പറഞ്ഞ മെഷാണ്. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് പുറമെ തന്നെ പ്രൊഡക്റ്റിൽ ടാഗും ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷ് വൈഫൈ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ, അതായത് ആ ഒരു സ്വിച്ച് ഓവർ ഇഷ്യൂ ഒഴിവാക്കാനും അതുപോലെ തന്നെ ലാർജ് ഏരിയ, അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നതിൽ ഒരെണ്ണം വിട്ടുപോയി, അതായത് നമുക്ക് ആ ഒരൊറ്റ റൗട്ടറിൽ അല്ലെങ്കിൽ ആ ഒരു മോഡത്തിൽ തന്നെ നമുക്ക് എൻ്റയർ വീട് നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതായത് എൻ്റയർ വീട്ടിൽ ആ ഒരു വൈഫൈ കവറേജ് ചിലപ്പോൾ നമ്മൾ ആ ഒരു എക്സ്റ്റൻഡർ അല്ലെങ്കിൽ ആ റൗട്ടറിൽ നിന്നും ആ ഒരു എൻ്റയർ ഏരിയ കവർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു മെഷ് സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിലധികം ഡിവൈസുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത് പവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആവും. ഇതെല്ലാം കണക്റ്റായിട്ട് നമുക്ക് ഒറ്റ വൈഫൈ പേരിലും പാസ്വേഡിലും, അതായത് ആ എൻ്റയർ വീട് അല്ലെങ്കിൽ എൻ്റയർ നെറ്റ്വർക്കിനെ മൊത്തം നമുക്ക് ഈ ഒരു മെഷിൻ്റെ ആ ഒരു നെറ്റ്വർക്കിലോട്ടാക്കാം. അതായത് ആ ഒരു വൈഫൈയുടെ പേരും പാസ്വേഡിലോട്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴുള്ളൊരു പ്രധാന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വിച്ച് ഓവർ ടൈം നമുക്ക് ആ ഒറ്റ പേരിലും വൈഫൈയിലും ആ ഒരു പേരിലും, അതായത് SSID വൈഫൈ നെയിമിലും പാസ്വേഡിലും മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കണക്റ്റ് ആവാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതായത് നമ്മൾ എവിടെ പോയാലും, നമ്മുടെ വീട്ടിൽ എവിടെ പോയാലും സ്വിച്ച് ഓവർ ടൈം വളരെ എളുപ്പമായിരിക്കും. അതിന് പുറമെ ആ ഒരു വലിയ ഏരിയ കവർ ചെയ്യാനായിട്ട് ഈ ഒരു മെഷ് വൈഫൈ കൊണ്ട് സാധിക്കും. പിന്നെ നമുക്ക് സ്പീഡ്, ഇത് നല്ല സ്പീഡ് കൂടി, അതായത് വയർലെസ്സിൽ തന്നെ ജിഗാബിറ്റ് സ്പീഡ് ഉപയോഗിക്കുന്നത്, അതായത് 100 Mbps മേലുള്ള സ്പീഡ് ഉപയോഗിക്കുന്ന ജിഗാബിറ്റ് സ്പീഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മെഷ് ഡിവൈസ് ആണെങ്കിൽ വളരെയധികം സ്പീഡിൽ നമുക്ക് വൈഫൈയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം മെഷിൻ്റെ ഗുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളൊന്നാണ് ഒരു വൈഡ് ഏരിയ കവറേജ് സാധ്യമാകും. അതിന് പുറമെ ആ ഒരു എല്ലാ എത്ര മെഷ് പാക്കുകളോ നമ്മളവിടെ വെച്ചാലും, ഇത് 2 പാക്കാണ്, 3 പാക്കായാലും 4 പാക്കായാലും 6 പാക്കായാലും എത്ര വെച്ചാലും നമുക്കതിനെ എൻ്റയർ വീട് ആ ഒറ്റ നെറ്റ്വർക്കിൽ ഒരു വൈഫൈ പേരിലും പാസ്വേഡിലും കണക്ട് ചെയ്യാനും ആ ഒരു സ്വിച്ച് ഓവർ ടൈമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് അത് സാധിക്കുന്നു. പിന്നുള്ളൊരു ഇതിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു മെഷീനാണെങ്കിലും ഏത് മെഷീനാണെങ്കിലും അതിനൊരു ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മൾ എവിടെയും, ഇപ്പോൾ വീട്ടിലല്ല പുറത്താണെങ്കിൽ പോലും നമുക്കത് ഈ മെഷ് ഏതെങ്കിലും ഒന്ന് ഓഫ്ലൈനിൽ വന്നോ അല്ലെങ്കിൽ ഓൺലൈനിലുണ്ടോ, വർക്കിംഗ് ആണോ, എത്ര ഡിവൈസസ് കണക്റ്റ് ആയിട്ടുണ്ട്, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ വീഡിയോയും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാമെന്നും ഏതാണ് ആപ്ലിക്കേഷനെന്നും എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ലോകത്ത് എവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ റിമോട്ടിൽ നമ്മുടെ ഈ വൈഫൈ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പേര് മാറ്റാൻ സാധിക്കും.
സാധിക്കും, ഇതിൽ എത്ര ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിൻ്റെ സ്പീഡ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ആപ്ലിക്കേഷനിലൂടെ തന്നെ ത്രൂ ആപ്ലിക്കേഷൻ നമുക്ക് നടക്കും. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ഒരു മെഷ് വൈഫൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ടി പി ലിങ്കിൻ്റെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ടി പി ലിങ്കിൻ്റെ മാത്രമല്ല, വേറെ ഡി ലിങ്കിൻ്റെ ഉണ്ട്, ടെൻഡയുടെ ഉണ്ട്, അങ്ങനെ പല ഡിവൈസുകളുടെയും സിസ്കോൻ്റെ ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ മെഷ് വൈഫൈ സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോർമലി ആ ഒരു ആളുകൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു പ്രൈസിലൊക്കെ വരുന്നത് ടി പി ലിങ്കാണ്. ടി പി ലിങ്കിൻ്റെയാണ് കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ ഡ്രോബാക്സ് അല്ല, നോർമലി ഇത് നോർമൽ എക്സ്റ്റൻഡേഴ്സിനേക്കാളും കുറച്ച് എക്സ്പെൻസീവാണിത്. അതിന് പുറമെ ഇത് നമ്മൾ ഓരോ സ്ഥലത്തും പവർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പവർ കൺസപ്ഷൻ ഉണ്ട്, നിസ്സാരമുള്ളൂ. എന്നാലും അതും ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ആ ഒരു പോസിറ്റീവ് സെയിൻസിൽ പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ്. എന്നാലും ഇതിൻ്റെ പോസിറ്റീവ്സാണ് കൂടുതലുള്ളത്. നമുക്കറിയാം നമ്മുടെ ആ ഒരു വൈഫൈ ഇപ്പോൾ എത്ര പ്രധാനമാണെന്ന് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈഫൈ കണക്ടിവിറ്റിയും അതിൻ്റെ റേഞ്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മെഷ് സിസ്റ്റം നിങ്ങൾ കുറച്ച് പൈസ കൂടുതൽ മുടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വയറൊന്നും വലിക്കാതെ, വയർ വലിച്ചൊരു എക്സ്റ്റൻഡർ വയ്ക്കാതെ നമുക്ക് മെഷിൽ തന്നെ 1, 2, 3 നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ, എത്ര വലിയ അപ്പാർട്ട്മെൻ്റ് ആയാലും എത്ര വലിയ 1, 2, 3 നിലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിന് പുറമെ ഒന്നൊന്നായിട്ട് അത് കണക്ട് ചെയ്ത് പോകും. മെഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെഷ് എന്ന് പറഞ്ഞ പോലെ ആ വല പോലെ തന്നെ ഒന്നിൽ നിന്ന് അടുത്തിൽ നിന്ന് അടുത്തത് അങ്ങനെയാണ് ഇത് ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിൽ ഡിവൈസസ് അതായത് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഓട്ടോമേഷൻ ഡിവൈസുകളായാലും അല്ലെങ്കിൽ അങ്ങനെ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന എന്ത് ആപ്ലിക്കേഷൻസ് ആയാലൊക്കെ ഈ ഒരു മെഷ് വൈഫൈ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഒരൊറ്റ നെറ്റ്വർക്കിൽ നമുക്ക് അതിനെ എടുക്കാനും അതിൻ്റെ ആക്സസൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു മെഷ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ, ഫുൾ ഓൺ കോൺഫിഗറേഷൻ എൻ്റയർ വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ എല്ലാം, അതായത് നെറ്റ്വർക്കിങ്ങിൻ്റെ മാത്രമല്ല CCTV ഉൾപ്പെടെയുള്ള എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസും അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സും പരിചയപ്പെടുന്ന വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള എല്ലാ പേജുകളും ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിലുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ അടുത്ത പാർട്ടിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കോൺഫിഗറേഷനായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.